ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുട്ടി ഗോസ്പലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 2 ആഴ്ച മുമ്പ് ഒരു ഹിന്ദി സിനിമ ഉണ്ട്. എൻ്റെ പേര് ഷെയ്ത്താൻ എന്നാണ്. ഷെയ്ത്താൻ. അതിലൊരു ദുർമന്ത്രവാദി, അയാൾ സ്ട്രെങ്ത് കൂട്ടി ദൈവത്തെ പോലെ ആകാൻ വേണ്ടി അയാൾ ചെയ്യുന്നത്, അയാൾ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി കൊല്ലാനുള്ള പരിപാടിയാണ്. അങ്ങനെ അയാൾ കുറേ പെൺകുട്ടികളെ ഇങ്ങനെ അവർക്ക് ലഡുവിൽ മയക്കുമരുന്നൊക്കെ കൊടുത്ത് അവരെ മയക്കി കൊണ്ടുപോവാണ്, ഇയാളുടെ സംഘത്തിലേക്ക് കൊണ്ടുപോവാണ്. ഒരു പെൺകുട്ടിയുടെ അപ്പനും അമ്മയും അങ്ങനെ തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല. അവരന്വേഷിച്ച് ഈ മനുഷ്യൻ്റെ, ഈ ദുർമന്ത്രവാദിയുടെ സംഘത്തിലെത്തുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു ഞെട്ടിപ്പോയി. കാരണം അവിടെ മകളെ മാത്രമല്ല അയാൾ കൊണ്ടുപോയിട്ടുള്ളത്, 108 പെൺകുട്ടികളെയാണ് ഇങ്ങനെ അവരുടെ പാരൻസിൽ നിന്ന് ഇയാൾ തട്ടിക്കൊണ്ടുപോയത്. ഇവർ പാരൻസ് അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഈ പെൺകുട്ടികളെ കൊല്ലാൻ പോകണ അയാൾ. അവരെയൊക്കെ തീയിൽ എറിഞ്ഞ് കൊന്ന് അങ്ങനെ ശക്തി പ്രാപിക്കാനുള്ള ഇൻറ്റൻഷനാണ്. ഇവർ ഫൈറ്റ് ചെയ്യുന്നു, അയാൾ തോൽപ്പിക്കുന്നു, ഈ 108 പെൺകുട്ടികളെയും രക്ഷപ്പെടുത്തുന്നു. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ നമ്മൾ കാണുന്നത് ഈ ദുർമന്ത്രവാദിയെ ഈ അപ്പൻ, ഈ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അപ്പൻ ഒരു ഇരുട്ടുമുറിയിൽ ഇങ്ങനെ അടച്ചുപൂട്ടിയിട്ടിരിക്കുക. എന്നിട്ട് അയാളെ കാണാൻ, ഈ ദുർമന്ത്രവാദിനെ കാണാൻ വേണ്ടി അപ്പം വരുന്നുണ്ട്. അപ്പം വന്നിട്ട് ഈ ദുർമന്ത്രവാദിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ ദൈവത്തെ പോലെ ആകാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത്. നിങ്ങൾ ദൈവമാകാൻ ശ്രമിക്കുന്ന ആളാണ്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. പക്ഷേ ഞങ്ങൾ സാധാരണ മനുഷ്യർ ഒരു അപ്പനായി കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് ഞങ്ങൾ ദൈവമാണ്. ഞങ്ങളുടെ മക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് വേറെ ആർക്കും പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും മഴ കൊള്ളാനും വെയിൽ കൊള്ളാനും ഒക്കെ ഞങ്ങൾ തയ്യാറാണ്. എന്തുമാത്രം സഹിക്കാനും ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെയുള്ളൊരു അപ്പൻ്റെ ലോകമാണ് നിങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. പിന്നെ നിങ്ങൾ സ്ട്രെങ്ത്തിന് വേണ്ടിയാണല്ലോ ഇത് ചെയ്തത്. യഥാർത്ഥ സ്ട്രെങ്ത് എന്താണെന്നറിയാമോ? യഥാർത്ഥ സ്ട്രെങ്ത് അറിയണമെങ്കിൽ സ്വന്തം മക്കൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നൊരു അമ്മയെ നോക്കിയാൽ മതി. ഈ ബ്രഹ്മാണ്ടത്തിൽ ഒരു അമ്മയെ പോലെ സ്ട്രോങ് ആയിട്ടുള്ള വേറെ ആരും ഈ ലോകത്തിലില്ല. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ശരിയല്ലേ? നമ്മുടെ പാരൻസിനെ പോലെ ഫൈറ്റ് ചെയ്യുന്ന വേറെ ആരുണ്ട് നമുക്ക് വേണ്ടി ലോകത്തിൽ? ഇന്നത്തെ ഗോസ്പലിൽ കാണുന്ന കാഴ്ച അതാണ്. ഒരപ്പൻ അയാളുടെ മകൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാണ്. എന്താ പ്രശ്നം? ഇയാളുടെ പേര് ജയറോസ് എന്നാണ്. ഇയാളൊരു സിനഗോഗ് അധികാരിയാണ്. ഇതേ ഒരു റിച്ച് മാനാണ്. സിനഗോഗ് അധികാരി എന്ന് പറയുമ്പോൾ നാട്ടിൽ ഒരു സ്റ്റേറ്റസ് ഉള്ള പേരുള്ളൊരു മനുഷ്യനാണ്, പോപ്പുലർ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അയാൾക്ക് ഒരുപാട് സെർവൻസും അയാൾ നോക്കാനൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ്റെ 12 വയസ്സുള്ള മകൾ സിക്കാണ്, ഡെഡ്ലി സിക്കാണ്. ഡോക്ടേഴ്സൊക്കെ കൈയൊഴിഞ്ഞു പോയി, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ്റെ മുന്നിൽ ഇനി ഒരു വഴിയില്ല. അവിടെയാണ് അയാൾ ഈശോയെ കുറിച്ച് കേൾക്കുന്നത്. ഈശോ എന്ന് പറഞ്ഞൊരു മരപ്പണിക്കാരൻ്റെ മകനാണ്. ഈ സമയത്ത് ഈശോ അത്ര പോപ്പുലറൊന്നും അല്ല, എന്നാൽ ആൾക്കാർ ഈശോയുടെ പ്രസംഗം അത്ഭുതം കാണുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഈ സമൂഹത്തിൽ വലിയ സ്റ്റേറ്റസ് ഉള്ള ഈ മനുഷ്യൻ ഈശോയുടെ മുന്നിൽ വന്നിട്ട് ഈ വെറും മരപ്പണിക്കാരനെ ഈശോയുടെ കാലിൽ വന്ന് വീഴാണ്. എൻ്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അയാൾ കരഞ്ഞുകൊണ്ട് ഈശോയോട് പറയാം. അതാണ് നമ്മൾ ഇന്നത്തെ ഗോസ്പൽ വായിക്കുന്നത്. കാരണം മകൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ തയ്യാറായ അപ്പൻ്റെ ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആർക്കാണ് കൊടുക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ അപ്പനമ്മയ്ക്കാണോ അല്ലെങ്കിൽ വേറെ വല്ലതിനുമാണ്? ഞാനിന്ന് നിങ്ങൾക്ക് ഒരു ഡെമോ കാണിക്കാൻ പോകുന്നത്, ഇവിടെ ഒരു ഗ്ലാസ് ജാറുണ്ട്. ഈ ജാറിൻ്റെ അകത്തേക്ക് ഞാൻ ഈ പെബിൾസ് ഇങ്ങനെ ഫില്ല് ചെയ്യാണ്. വലിയ കല്ലുകളാണ്, ഇങ്ങനെ ഫില്ല് ചെയ്യാണ്. ഓക്കെ, ഏകദേശം നമുക്കിത് നോക്കുമ്പോൾ ഇത് ഫില്ലാണെന്ന് വെച്ചാൽ ഇത് ഫില്ലാണെന്ന് നമ്മൾ പറയും. ഓൾമോസ്റ്റ് ഫില്ലാണെന്ന് നമ്മൾക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് ഗ്യാപ്പ് ഇനിയും ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഇതേ കുറച്ച് മുത്തുകളുണ്ട്, അത് ഞാനിടാൻ പോവാണ്. അപ്പോൾ ഈ വലിയ കല്ലുകൾക്കിടയിലെ ഗ്യാപ്പിലേക്ക് മുത്തുകൾ വീണ്, എന്നാലും ഇതിൻ്റെ അകത്ത് സ്റ്റിൽ സ്ഥലം ഉണ്ടെന്നുള്ളതാണ്. അത് ഞാൻ ഈ വൈറ്റ് സാൻഡ് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇടാൻ പോവാണ്. വൈറ്റ് സാൻഡ് ഞാൻ ഇട്ടു. ഇപ്പം ഇത് അത്യാവശ്യം ഫില്ലായി അല്ലേ? നമുക്കിപ്പോൾ നോക്കാൻ പറഞ്ഞത് ഇത് നമ്മുടെ ഫില്ലായിട്ടിരിക്കുകയാണ്. ഇനി എന്താണിത് പറയുന്നത്? ഈ ഗ്ലാസ് ജാർ എന്ന് പറയുന്നത് അതെൻ്റെ ലൈഫാണ്, അത് നിങ്ങളുടെ ലൈഫാണ്. ഈ ഗ്ലാസ് ജാറിൻ്റെ അകത്ത് ഞാൻ ഏറ്റവും ആദ്യം ഇട്ടത് ഈ പെബിൾസാണ്, ഈ കല്ലുകളാണ്. ഈ കല്ലുകൾ എന്ന് പറയുന്നത് ഇറ്റ്സ് അവർ ഫാമിലി. ഇതെൻ്റെ അപ്പൻ, അമ്മ, എൻ്റെ സഹോദരൻ, സിബ്ലിങ്സ്, അതൊക്കെയാണ് ഫാമിലി എന്ന് പറഞ്ഞാൽ. ഞാൻ അത് ആദ്യം ഇട്ട്. രണ്ടാമത് ഞാൻ ഇട്ടത് മുത്തുകളാണ്. ഈ മുത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുത്തുപോലെ സ്നേഹിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സാണ്. നമ്മുടെ ഫ്രണ്ട്സ്, നമുക്ക് അറിയാവുന്ന ആൾക്കാർ, ഇവരൊക്കെ നമ്മുടെ റിലേഷനിൽ വരും. അപ്പോൾ അവരാണ് ഈ മുത്തുകൾ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ അവസാനം ഇട്ടത്
വൈറ്റ് സാൻഡാണ്. വൈറ്റ് സാൻഡ് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ചില കാര്യങ്ങളാണ്. നമ്മുടെ ലൈഫിൽ സന്തോഷം നൽകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലിപ്പോൾ നമ്മുടെ ടോയ്സ് ആയിരിക്കാം, നമ്മളുടെ വീഡിയോ ഗെയിം ആയിരിക്കാം, മൊബൈലായിരിക്കാം, നമ്മുടെ ചില ഹോബീസ് ആയിരിക്കാം. ഇതെല്ലാം എൻ്റർടൈൻമെൻ്റ് ആണ്, ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. പക്ഷേ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. അതാണ് ഈ വൈറ്റ് സാൻഡ് എന്ന് പറയണത്. ഇനി ഞാൻ ഏറ്റവും ആദ്യം വിട്ടത് കല്ലാണ്, ഫാമിലിനെയാണ്. അതിന് പകരം ഞാൻ ഏറ്റവും ആദ്യം അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഈ വൈറ്റ് സാൻഡാണ് ഇത് ഫില്ല് ചെയ്യണമെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് കയറ്റാൻ പറ്റുമോ? വേറൊന്നും ഇടാൻ പറ്റില്ല, വേറെ ഒന്നിനും ഇട ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താ ചെയ്യണ്ടേ? ഞാൻ ഏറ്റവും ആദ്യം എൻ്റെ ഫാമിലിക്ക് സ്ഥലം കൊടുത്തു കഴിയുമ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് സ്ഥാനമുണ്ട്, പിന്നെ എൻ്റെ ഹോബീസ്, എൻ്റെ ലൈഫ്, എൻ്റെ സന്തോഷം, എൻ്റെ എൻ്റർടൈൻമെൻറ്റ് എല്ലാത്തിനും സ്ഥാനം ഉണ്ടാവും. പക്ഷേ ഏറ്റവും ആദ്യം ഞാൻ എൻ്റർടൈൻമെൻറ്റിനാണ് കൊടുക്കണമെങ്കിലോ, ഏറ്റവും ആദ്യം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനാണോ കൊടുക്കണമെങ്കിലോ പിന്നെ എൻ്റെ ഫാമിലിക്ക് സ്ഥലം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും ആദ്യം പ്ലേസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫാമിലിയാണ്. നിങ്ങളെ ഇങ്ങനെ മധുരം കൊടുത്ത് മയക്കാൻ ഒരുപാട് പേര് ചുറ്റുമുണ്ടാവും. നിങ്ങളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് നിങ്ങളുടെ പാരൻസാണ്. ചില സമയത്ത് നിങ്ങൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. എൻ്റെ പാരൻസ് ഞങ്ങളുടെ പുറകെ നടന്ന എല്ലാ കാര്യങ്ങളും നോക്കുന്നു, ഞങ്ങളിങ്ങനെ സർവൈലൻസ് ക്യാമറ വെച്ച് നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇറിറ്റേറ്റഡ് ആവാം. എന്തിനാ അങ്ങനെ വയ്ക്കുന്നത്? ഇറ്റ്സ് ഫോർ യുവർ സേഫ്റ്റി. നിങ്ങളാരും തട്ടിക്കൊണ്ടുപോകരുത്, നിങ്ങളെ ആരും ഉപദ്രവിക്കരുതെന്ന് അപ്പനും അമ്മയും ആഗ്രഹിക്കുന്നതുകൊണ്ടല്ലേ. അവരുടെ സ്നേഹം നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളിങ്ങനെ അവരുടെ ബർത്ത്ഡേസൊക്കെ വരുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കും അല്ലേ? കൊടുക്കാറുണ്ടാവും. ഇത് നിങ്ങൾ സ്പെഷ്യലായിട്ട് ഇന്നൊരു ഗിഫ്റ്റ്, ഒരു ഐ ലവ് യു ഗിഫ്റ്റ്, സർപ്രൈസായിട്ട് വെറുതെ ഒരു മനോഹരമായിട്ട് നിങ്ങൾ തന്നെ വരച്ചൊരു കാർഡ് ഉണ്ടാക്കിയിട്ട് ഐ ലവ് യു മമ്മി, ഐ ലവ് യു ഡാഡി എന്നൊക്കെ പറഞ്ഞ് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. ദാറ്റ് വിൽ ബി ഗുഡ്. സോ പ്ലേസ് യുവർ ഫാമിലി ഫസ്റ്റ്. Okay, so happy Sunday, Family Sunday.